നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിലെ ഏറ്റവും ശക്തിയാർന്ന ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാനും അമ്മ മഹാമായ മഹാലക്ഷ്മി ദേവിയും നമ്മളുടെ സങ്കടങ്ങളെല്ലാം തീർത്ത് നമ്മളെ രക്ഷിക്കാനായി, നമുക്ക് അനുഗ്രഹം നൽകാനായി, നമുക്ക് വരം നൽകാനായി വന്നെത്തുന്ന ദിവസം, നമ്മളെ ഓരോരുത്തരെയും കാണുവാനായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം. നാളത്തെ ദിവസം എല്ലാവരും 1 രൂപ നാണയമെടുത്ത് തലയ്ക്കൊഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ദുരിതങ്ങളും തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും. 1 വർഷത്തെ ഫലമാ ഈ ഏകാദശി മുതൽ, ഈ പുതുവർഷം മുതൽ അടുത്ത വർഷം അവസാനം വരെയുള്ള 1 വർഷം നിങ്ങൾക്ക് അന്നത്തിന് മുട്ടുണ്ടാവില്ല. സാമ്പത്തിക രംഗം നല്ല ഉയർച്ചയിലേക്ക് പോകും. നിങ്ങളെ തേടി പണം വരുന്നതായിരിക്കും. 1 രൂപ നാണയമെടുത്ത് തലയ്ക്കൊടിഞ്ഞ് ഞാൻ ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യൂ. സകല ദോഷങ്ങളും തീർന്ന്, സകല കടവും ദുരിതവും ബാധ്യതയും ദുഃഖവും തീർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വിളയാടുന്നതാണ്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ വീഡിയോ കാണുന്ന എന്റെ എല്ലാ പ്രേക്ഷകരും ഇത് ചെയ്യണം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് 3 1 രൂപ നാണയങ്ങളാണ്. 1 രൂപ നാണയമോ അല്ലെങ്കിൽ 5 രൂപ നാണയമായാലും കുഴപ്പമില്ല. 3 എണ്ണം എടുക്കുക. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ 1 രൂപ അല്ലെങ്കിൽ 5 രൂപ എന്താണെന്ന് വെച്ചാൽ ആ ഡിനോമിനേഷനിൽ ഉള്ളത്, ആ സംഖ്യയിലുള്ളത് എടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നവർ 1 രൂപ നാണയം അല്ലെങ്കിൽ 5 രൂപ നാണയം എടുക്കുക. 3 എണ്ണം എടുക്കണം. ഈ 3 എണ്ണം എടുത്തിട്ട് നാളെ പകൽ എപ്പോഴായാലും കുഴപ്പമില്ല, കിഴക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന്, ഏറ്റവും ഐശ്വര്യമായിട്ട് ഒരിടത്ത് ഇരുന്നോ നിന്നോ കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് അല്ലെ നിന്നുകൊണ്ട് ആ 1 രൂപ നാണയം 3 എണ്ണം ഉപയോഗിച്ച് നിങ്ങളെ അടിമുടി ഒഴിയുക. അടിമുടി ഒഴിയുക എന്ന് പറയുമ്പം ആദ്യത്തെ 1 രൂപ നാണയം എടുക്കുക. നിങ്ങളുടെ തല മുതൽ പാദം വരെ ഈ മൊത്തത്തിൽ ഒഴിയുന്ന രീതിയിൽ, ഉച്ചി മുതൽ പാദം വരെ ഒഴിയുന്ന രീതിയിൽ 3 തവണ ആ നാണയം ഉപയോഗിച്ച് നിങ്ങളെ ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ എല്ലാവരും ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാനെന്ന് പറയുന്നത്. ചൊല്ലേണ്ട മന്ത്രം ഓം ധനധാന്യകാരിയേ നമ. എങ്ങനെയാണ്? ഓം ധനധാന്യകാരിയേ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആ 1 രൂപ നാണയം ഉപയോഗിച്ച് ഉച്ചി മുതൽ പാദം വരെ 3 പ്രാവശ്യം ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം 1ാമത്തെ നാണയം മാറ്റിവെക്കുക. 2ാമത്തെ നാണയം എടുക്കുക. 2ാമത്തെ നാണയം എടുത്ത് ഇതുപോലെ തന്നെ 3 തവണ ഓം ധനധാന്യകാരിയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ ഒഴിയുക. ശേഷം 2ാമത്തെ നാണയവും മാറ്റിവെക്കുക. 3ാമത്തെ നാണയം എടുക്കുക. ഇതുപോലെ തന്നെ നാമം ചൊല്ലിക്കൊണ്ട് ഓം ധനധാന്യകാരിയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് 3 തവണ അടിമുടി നിങ്ങളെ ഒഴിയുക. ഇപ്പം 3 ഓരോ രൂപ നാണയവും നിങ്ങൾ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് വിളക്ക് കത്തിക്കുകയോ അല്ലെ വിളക്കിന്റെ മുമ്പിൽ നിന്ന് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴായാലും കുഴപ്പമില്ല. വൃത്തിയുള്ളവരടുത്ത് നിന്നുകൊണ്ട് വേണം ഇത് ചെയ്യാനുള്ളതേ എന്നുള്ളൂ. ദേഹശുദ്ധി ഉറപ്പുവരുത്തുക. കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യത്തോടു കൂടി ഒരടുത്ത് ഭംഗിയായിട്ട് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇത് ചെയ്യുക. അങ്ങനെ 3 ഓരോ രൂപയും ഒഴിഞ്ഞു വെക്കുക. ഒഴിഞ്ഞതിന് ശേഷം അതിൽ ആദ്യത്തെ 1 രൂപ എടുത്ത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ അല്ലെ വീടിന്റെ പണവും ആധാരവും ഒക്കെ സൂക്ഷിക്കുന്ന പെട്ടിയിലോ കൊണ്ടുപോയി വെക്കുക. അലമാരയിലോ മറ്റോ വെക്കാം. അതല്ല നിങ്ങൾ കൊണ്ടു നടക്കുന്ന മണിപ്പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിനുള്ളിലോ എടുക്കാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞ് മാറ്റി ഈ 1 രൂപ നാണയം വെക്കുക. 1ാമത്തെ നാണയം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2ാമത്തെ 1 രൂപ നാണയം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നാളത്തെ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നാരായണ ക്ഷേത്രത്തിലോ തൊഴാൻ പോകുന്നവര് ആ അമ്പലത്തിലെ കാണിക്ക വഞ്ചിയിൽ, അമ്പലത്തിൽ കാണിക്കയായിട്ട് ആ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന 2ാമത്തെ നാണയം ഇടുക. ഇനി നാളെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ 1 രൂപ നാണയം പൂജാമുറിയുടെ ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചിരുന്നിട്ട് അല്ലെ നിലവിളക്ക് വെക്കുന്നിടത്ത് മാറ്റി വെച്ചിരുന്നിട്ട് പിന്നീട് തൊഴാൻ പോകുമ്പോഴായാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാണിക്കയായിട്ടിടുക.
നാളെ തൊഴാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ആ 1 രൂപ എടുത്തുകൊണ്ട് പോണം, അമ്പലത്തിൽ ഇടണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വേണം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നടക്കൽ വേണം ആ 1 രൂപ കാണിക്ക ഇടാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ 1 രൂപ നാണയം എന്ന് പറയുന്നത് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ ആ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ 1 രൂപ നാണയം ഇടണം. കുടുംബക്ഷേത്രത്തിൽ ഉടനെ എങ്ങും പോകുന്നില്ല. കുടുംബക്ഷേത്രം ഒരുപാട് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ പിന്നീട് പോകുന്നത് അന്നേരം ഇട്ടാ മതി. അതുവരെ അത് വിളക്ക് വെറ്റിക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ അത് ഭദ്രമായിട്ട് ആ 1 രൂപ വെച്ചേക്കുക. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എടുത്തോണ്ട് പോയി ഇടുക. അല്ല, വീടിനടുത്ത് തന്നെയാണ് കുടുംബക്ഷേത്രം എന്നുണ്ടെങ്കിൽ നാളെ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ 1 രൂപ നാണയം പൊതിഞ്ഞ് പേഴ്സിൽ വെച്ചു, അത് 1 വർഷം അങ്ങനെ വെച്ചേക്കണം. അടുത്ത ഏകാദശി കഴിയുന്നിടം വരെ അത് ഉപയോഗിക്കാൻ പാടില്ല. അതുവരെ അത് പൊതിഞ്ഞ് പേഴ്സിൽ വെച്ചേക്കുക. രണ്ടാമത്തെ 1 രൂപ നാണയം നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു അമ്പലം മതി വീട്ടിനടുത്തുള്ള, അവിടെ ഇടുക. മൂന്നാമത്തെ 1 രൂപ നാണയം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇടുക. ഇനി ആരെങ്കിലും കുടുംബക്ഷേത്രം അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ, ചിലർ എൻ്റെ അടുത്ത് പറയും, തിരുമേനി കുടുംബക്ഷേത്രം അറിയില്ല, ഒരു രീതിയിൽ അന്വേഷിച്ചിട്ടും അറിയാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവര് ആ 1 രൂപ നാണയം വീട്ടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇട്ടാൽ മതി. ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത് ലോകമാതാവാണ്, എല്ലാവരുടെയും കുടുംബനാഥയാണ്, അമ്മയാണ്. അപ്പൊ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ 1 രൂപ നാണയം കുടുംബക്ഷേത്രം അറിയാൻ പാടില്ലാത്തവര് ഇടാവുന്നതാണ്. അപ്പം മൂന്നാമത്തെ നാണയം കുടുംബക്ഷേത്രത്തിലും ഇടുക. ഏതൊരുവനാണോ നാളത്തെ ദിവസം ഇങ്ങനെ ഒഴിഞ്ഞ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒഴിഞ്ഞ് ഇതിന് വേണ്ടത് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ 1 വർഷം അന്നത്തിന് മുട്ടുണ്ടാവില്ല. സകല സാമ്പത്തിക ദോഷവും നീങ്ങി നിൽക്കും. കടങ്ങളും ദാരിദ്ര്യവും ദുഃഖവും വഴിമാറിപ്പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും 3 ഓരോ രൂപ നാണയം എടുത്ത് നാളത്തെ ദിവസം ഇത് ചെയ്യണം. എന്റെ ഒരു എളിയ അപേക്ഷയാണ്. അതിന്റെ എല്ലാ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്നതാണ്. നാളത്തെ ദിവസം എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. കാരണം അമ്മമാര് നാളെ ഗുരുവായൂരപ്പനോട്, കണ്ണനോട് എന്ത് പ്രാർത്ഥിച്ചാലും, മക്കളുടെ കാര്യം എന്ത് പറഞ്ഞാലും അത് നടത്തി കൊടുക്കുന്ന ദിവസമാണ്. അപ്പൊ നാളത്തെ ദിവസം പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാരും നാളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സന്താന ഗോപാല മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. എന്താണ് സന്താന ഗോപാല മന്ത്രം? ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇതാണ് നാളത്തെ ദിവസം ചൊല്ലേണ്ട സന്താന ഗോപാല മന്ത്രം. ഏതൊരമ്മയാണോ മകനോ മകൾക്കോ വേണ്ടി ഈ ഒരു മന്ത്രം നാളെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, അവരുടെ മക്കൾക്ക്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും ലഭിക്കുന്നതാണ്. മക്കൾക്ക് ദീർഘായുസ് ലഭിക്കാനും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കാനും മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും നാളത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലാനും വിട്ടുപോകരുത്. ഒരിക്കൽ കൂടി പറയാം. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇത് ദിവസവും ചൊല്ലുന്ന ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ. അതിന്റെ ഐശ്വര്യം അവരുടെ മക്കൾക്കും ഉണ്ട്. ആരെങ്കിലും ചൊല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ചൊല്ലി തുടങ്ങുക. ഏറ്റവും ഐശ്വര്യമാണ്. അമ്പലത്തിൽ തൊഴാൻ പോകുന്നവര് ആഗ്രഹ സാഫല്യത്തിനായിട്ട് നാളത്തെ ദിവസം താമരപ്പൂവ് അല്ലെങ്കിൽ താമരമൊട്ട് കണ്ണന്റെ തിരുനടക്കിൽ വെക്കുന്നത്, സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ താമരപ്പൂവ് താമരമുട്ട് സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ ഒരു ഗുരുവായൂർ ഏകാദശി നാളിൽ നെയ്വിളക്കും കണ്ണന് താമരപ്പൂവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആ നടക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം സഫലമായി കിട്ടും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പം വീട്ടിനടുത്ത് ശ്രീകൃഷ്ണ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്നവര്, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും നാരായണ ക്ഷേത്രങ്ങളിലും ഒക്കെ തൊഴാൻ പോകുന്നവര് ഈ ഒരു കാര്യം ചെയ്യുക. അത് നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം നടത്തി തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ഗുരുവായൂർ ഏകാദശി എല്ലാ ഐശ്വര്യത്തിൻ്റെതുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഗുരുവായൂർ ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.